പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, മന്ത്രിയായി ചാർജ് എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ ശ്രീ പ്രവീൺ മീറ്റ് ദ പ്രസ് നടത്തണം എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് ഞാൻ മീറ്റ് ദ പ്രസ്സിന് വന്നിരുന്നെങ്കിൽ ഏത് വകുപ്പാണ് സാധ്യത, ഏതൊക്കെ വകുപ്പുകളായിരിക്കും ലഭിക്കുക തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് സൂചിപ്പിച്ചു, നമുക്ക് ഇത് കഴിയട്ടെ, വകുപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ വകുപ്പിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാമല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് വകുപ്പ് ലഭിച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ നേരത്തായിരുന്നു സത്യപ്രതിജ്ഞ. 7 ദിവസമായിട്ടേ ഉള്ളൂ. വകുപ്പ് കയ്യിൽ കിട്ടിയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ 4 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, ഹെൽത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ DHS DME ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുവായിട്ടൊരു ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി. രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തു. ഇപ്പോൾ നിങ്ങൾ തന്നെ പല ദിവസങ്ങളിലായിട്ട് പത്രമാധ്യമങ്ങളിലാണ് കൂടുതൽ വന്നത്. പൊതുവായിട്ടുള്ള ചില ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് ഒക്കെ നിങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഓരോ വാർത്തകളുടെയും പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മന്ത്രി എന്നുള്ള നിലയിൽ നിലപാട് സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലത്തെ എന്താ പറയേണ്ടത്, ഞാൻ ആ വകുപ്പിനെ കുറിച്ചൊന്നും എൻ്റെ പൂർവികരെ കുറിച്ചൊന്നും ഞാൻ വിമർശിക്കുന്നില്ല. ഏതായാലും എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച നടത്തിയത്. മറ്റേ പഴയ സർക്കാരിനെ കുറിച്ച് ഇനി പറയേണ്ട ഒരു കാലമല്ല, അതുകൊണ്ടാണല്ലോ ഒരു മാറ്റം ഉണ്ടായത്. 102 സീറ്റ് കിട്ടിയത് കഴിഞ്ഞ ഭരണത്തിൽ അസംതൃപ്തിയാണ്. ഇനി പഴയതിനെ കുറ്റം പറയുന്നതിന് കാര്യമില്ല. ഇനി തുറന്ന് അങ്ങോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. പൂർണ്ണമായിട്ട് ഇപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ കഴിയില്ലെങ്കിലും പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ചൊരു സൂചന നൽകുക. ഈ മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും രോഗങ്ങളുടെ തോത് വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അടിയന്തരമായി ആശുപത്രികളിൽ മരുന്നും ഉപകരണങ്ങളും ലഭ്യമാക്കാൻ DMO DHS തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ DMEക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം. അത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും ഡിസ്ട്രിക്റ്റ് ആശുപത്രി ആണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഒക്കെ ആവശ്യത്തിനുള്ള മരുന്നുകൾ അവിടെ കരുതി വയ്ക്കണം. ഒരിക്കലും മരുന്നില്ലാതെ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശസ്ത്രക്രിയകൾ, മുൻകാലങ്ങളിൽ കുറച്ച് പരാതി ഉണ്ടായത് ശസ്ത്രക്രിയകളെ സംബന്ധിച്ചാണ്. കർശനമായ സർജിക്കൽ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെയാണ് പലപ്പോഴും നിങ്ങളിതിനെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ റഷീദ് അല്ലേ, ഡോക്ടർ ഹാരിസ് ഹസൻ അല്ലേ, ഹാരിസ് ഹസൻ, അദ്ദേഹം ഇടയ്ക്ക് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്നില്ല. ഏതാണ്ട് മിനിമം ഒരു ദിവസം 10ഓളം രോഗികൾക്ക് സർജറി നടത്താൻ കഴിയും. പക്ഷേ അനസ്തേഷ്യയുടെയൊക്കെ അഭാവം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉൾപ്പെടെ ശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർമാർക്ക് അവർക്ക് ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി, പ്രത്യേക അനസ്തേഷ്യ ഒരിക്കലും അതിനൊരു വീഴ്ചയും വരുത്തരുത്. എത്ര ഓപ്പറേഷനാണോ ഡോക്ടർ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള സംവിധാനം അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റ് നൽകണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായി പറഞ്ഞാൽ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നതിൻ്റെ കാരണം ഈ വൃത്തിയില്ലായ്മ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആശുപത്രികൾ ക്ലീനാക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. എല്ലാ ആശുപത്രികളും ക്ലീനായി സൂക്ഷിക്കണം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം, സ്റ്റേറ്റ് തല പ്രോഗ്രാം
ഞങ്ങൾ 30-ാം തീയതി നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് നിങ്ങളെ അറിയിക്കാം. അതായത് ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജുകളിൽ നിലത്ത് കിടക്കുന്ന ഏർപ്പാട് അവസാനിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക. അതായത് ആവശ്യത്തിലുള്ള കട്ടിലൊക്കെ നൽകുക ആശുപത്രികൾക്ക്. ഇനി നിലത്ത് കിടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലീനിങ്ങിന്, പൊതുസ്ഥലങ്ങളിൽ ക്ലീനിങ് നടത്താനുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടാനും കുടിവെള്ളം ശുദ്ധീകരിക്കാൻ. പക്ഷേ ക്ലോറിനൊക്കെ ബ്ലീച്ചിങ് പൗഡറും ഒക്കെ ഉപയോഗിച്ച് ഒക്കെ ക്ലീൻ ആക്കുമ്പോൾ വീണ്ടും ചില അതൊക്കെ വൃത്തികേടായി നടത്തുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. ആശുപത്രികൾ ക്ലീൻ ആണെങ്കിൽ മാത്രമേ ഡോക്ടർമാർക്ക് അവർ നൽകുന്ന ചികിത്സ ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയുക, അത് സക്സസ് ആവും. അപ്പോൾ ആശുപത്രി ക്ലീനായി സൂക്ഷിക്കുക, അതോടൊപ്പം തന്നെ മരുന്നുകൾ ലഭ്യമാക്കുക. പിന്നെ ഡോക്ടർമാരുടെ സംഖ്യ കുറവുള്ള സ്ഥലങ്ങൾ, എണ്ണം കുറവുള്ള സ്ഥലങ്ങൾ പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ കൂടുതൽ സ്റ്റാഫ് ഉണ്ടാവും, ചില സ്ഥലത്ത് കുറഞ്ഞ സ്റ്റാഫാണ് ഉണ്ടാവുക. അത് ബാലൻസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള വകുപ്പിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നടപടികളെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില മീഡിയയിൽ വരുന്ന വാർത്തകൾ, അത് ഞങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ അത് സ്വീകരിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം നോക്കേണ്ടത്, അതിൻ്റെ സത്യസന്ധത ഉറപ്പാക്കിക്കൊണ്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. നിങ്ങളുടെ റിപ്പോർട്ടിൽ ചിലത് സത്യമാണ്, 100% സത്യമാണ്, 1-2 ഫേക്കായിട്ട് കണ്ടിട്ടുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങൾ വിമർശിച്ചാലും ആ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നതാണ്. കാരണം കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രമേ പ്രതിവിധി കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ രോഗം കണ്ടുപിടിച്ചാലേ ചികിത്സിക്കാൻ കഴിയും. ഇപ്പോൾ രോഗം കണ്ടുപിടിക്കുക, ഞാൻ പറഞ്ഞത് ഈ ആശുപത്രി ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അലംഭാവം ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിന് പരിഹാരം ഉണ്ടാക്കും. ഇപ്പോൾ ഞങ്ങളാരും ഡോക്ടർമാരല്ലല്ലോ, ആരോഗ്യമന്ത്രിമാർ ഡോക്ടർമാരല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതുകൂടെ നോക്കിയിട്ടാണ് ഒരു ഗവൺമെൻറ് ഡോക്ടർ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയേറ്റ് വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ അടുത്ത 2 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ സൂചിപ്പിച്ചു. ഒന്ന് കഴിഞ്ഞ, ഇതൊക്കെ എൻ്റെ കാലത്ത് നടന്നതല്ല, പത്തനംതിട്ടയിൽ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു വത്സല 64 വയസ്സുള്ള ഒരു സ്ത്രീ, അവർ 8/1/2023 അവിടെ പനിയൊക്കെ ആയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി. എന്നാൽ കഴിഞ്ഞ 19-ാം തീയതി അവർ വീണ്ടും ആ ഇഞ്ചക്ട് ചെയ്ത ഭാഗത്ത് വളരെ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നു. പരിശോധിച്ചപ്പോൾ ഒരു സൂചി അവിടെ ഭദ്രമായിരിക്കുന്നുണ്ട്. അപ്പം അത് പുറത്തെടുക്കാൻ നോക്കിയെങ്കിലും പകുതി മാത്രമേ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു CT സ്കാൻ കൂടെ കഴിഞ്ഞിട്ട് അതിങ്ങനെ പൊടിഞ്ഞു പോവാണ്. ഇത്രയും വർഷം ഇരുന്നതുകൊണ്ട് നീഡിൽ പുറത്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോവാണ്. അപ്പോൾ പകുതി ഭാഗം പുറത്തെടുത്തു. ഇനി CT സ്കാൻ കൂടെ നടത്തിയതിന് ശേഷം മാത്രമേ അത് ബാക്കി ഭാഗം പുറത്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പം മെഡിക്കൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ട് കിട്ടിയപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞത് 2023 ശേഷം ചിലപ്പോൾ അവർ മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ചികിത്സയ്ക്ക് പോയോ, അങ്ങനെയാണോ ഇത് നീഡിൽ അവിടെ കുടുങ്ങിയത്. അതുകൊണ്ട് സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ അത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. DMOനോട് അന്ന് ബന്ധപ്പെട്ട ഇഞ്ചക്ഷൻ നടത്തിയ നഴ്സാരായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ
ബന്ധപ്പെട്ടവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ കോഴിക്കോട് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. 2 ഫാക്കൽറ്റിമാർ അവിടെയുള്ള കുട്ടികളെ പീഡിപ്പിച്ചു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വാസ്തവമാണ്. അതനുസരിച്ച് അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ട് തീരുമാനമെടുത്തത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവരുടെ പ്രവൃത്തി ചെയ്ത് മനസ്സിലായി. ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാരണം 2 പേരും സ്ത്രീകളാണ്. ഏതായാലും അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തിട്ട് അവർ ഇനി ഈ പോസ്റ്റിന് ഫിറ്റാണോ എന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. കൗൺസിലിംഗ് നൽകണം, ഈ പ്രവൃത്തിക്ക് ഫിറ്റാണോ എന്ന് കൂടെ പരിശോധിക്കും. ഇതാണ് എനിക്ക് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ബാക്കിയുള്ളത് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട്